ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ്ട് നമ്മുടെ ബെഡ്റൂമിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് നിറച്ച് പൊടിയുണ്ട് കേട്ടോ. നമ്മുടെ ഈ കബോർഡിൻ്റെ മേളിലൊക്കെ നല്ല പൊടിയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പൊടിയുണ്ടെന്ന് വിചാരിച്ചില്ല. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും പൊടിയുണ്ടെന്ന് നമ്മൾ അറിയത്തില്ല. ഇപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങി വീഡിയോ എടുത്തപ്പോഴാണ് അയ്യോ ശരിക്കും പൊടിയുണ്ട്, ഇതിൽ കബോർഡിൻ്റെ മണ്ടയ്ക്കൊക്കെ ശരിക്കും പൊടിയുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാനിത് വേണ്ട മണ്ടയിൽ കയറി കബോർഡിൻ്റെ മണ്ടയിൽ കയറുന്ന സാധനങ്ങളെല്ലാം അങ്ങ് പറക്കി മാറ്റുവാണേ. എന്നിട്ട് കബോർഡൊക്കെ ചെറുതായിട്ടൊന്ന് നീക്കി ഈ സെറ്റിങ്സൊക്കെ ഒന്ന് മാറ്റി വേറൊരു രീതിയിൽ ബെഡൊക്കെ അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തുമ്മൽ ഭയങ്കര ജലദോഷവും ഇതാണ്. വഴി കൂടെ പൊടി അടിച്ചാൽ മതി, അപ്പോഴേ ഞാൻ തുമ്മി ഒരു തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കത്തേയില്ല. തുമ്മി പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടേ അത് മാറത്തുള്ളൂ. ഭയങ്കര ജലദോഷം കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കത്തില്ല. പിന്നെ ഞാൻ ഇതുപോലൊരു തോർത്തൊക്കെ കെട്ടിയാണ് ഇതൊക്കെ ചെയ്തത്. കബോർഡൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് പിന്നെ ഞാൻ ജനൽ തുടയ്ക്കാൻ ഇറങ്ങി കേട്ടോ. ജനലിൽ നല്ല പൊടി ഉണ്ടായിരുന്നു. ജനൽ തുടയ്ക്കാൻ ഇച്ചിരി മെനക്കെട്ട പണി കേട്ടോ. ജനൽ തുടച്ച് പാട് വന്നു. പിന്നെ ഞാൻ എന്തായാലും ഇറങ്ങിയതല്ലേ, എല്ലാം നല്ല നീറ്റാക്കി തുടയ്ക്കാമെന്ന് വിചാരിച്ച് നല്ല നീറ്റാക്കി തന്നെയാണ് തുടച്ചത്. അപ്പോൾ നമ്മൾ ജനലൊക്കെ നല്ല നീറ്റാക്കി തുടച്ച് അത് കഴിഞ്ഞ് കട്ടിലിൻ്റെ ഇവിടെയൊക്കെ ചെറിയ ചിലന്തി കൂട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അപ്പോഴത്തേക്കും വേണ്ട അവനും അവളും വന്നിട്ടുണ്ടായിരുന്നു. അവനെ വെച്ച് കട്ടിൽ നീക്കിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനെ ചിരിയായിരുന്നു ഭയങ്കര. പിന്നെ തന്നെ അപ്പം തന്നെ അങ്ങ് മാറ്റി, പൊടി അടിച്ചാലോ എന്ന് വിചാരിച്ച് അപ്പം തന്നെ അങ്ങ് മാറ്റി കേട്ടോ. നിറച്ചും പൊടിയുണ്ടായിരുന്നേ. ഞാൻ പൊടി അപ്പം തൂത്ത് അങ്ങ് മാറ്റി കൂട്ടി കളയുമായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നു, അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. ബെഡൊക്കെ ഒന്ന് മാറ്റുമ്പോഴല്ലേ നമുക്ക് അതിനകത്തുനിന്ന് പൊടി മനസ്സിലാവുന്നത്. കബോർഡിൻ്റെ കീഴിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അവിടെ ഒന്നും നമ്മൾ എപ്പോഴും തൂക്കത്തില്ലല്ലോ, അത് നീക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എപ്പോഴും നീക്കി തുടയ്ക്കത്തില്ല. പിന്നെ ദാണ്ട ഫാനിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ജനലൊക്കെ തുറന്നിടുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പൊടി വരും കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 ആഴ്ച ആയതേ ഉള്ളൂ ഈ ഫാനൊക്കെ ഒന്ന് തുടച്ചിട്ട്. അതിനിടയ്ക്ക് അടുത്ത പൊടിയായി നല്ല രീതിയിൽ പൊടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ നല്ല തുടച്ച് നീറ്റാക്കി. പിന്നെ ചിലന്തി കൂട് വച്ചേക്കുന്ന എല്ലാം ഞാൻ പൊളിച്ചു കേട്ടോ. ചിലന്തി എല്ലാം അടിച്ചു. അങ്ങനെ നമ്മുടെ അവിടെയൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ച് നീക്കി തൂത്തുവാരി തുടച്ച് കേട്ടോ. നല്ലപോലെ തുടച്ച് ക്ലീനാക്കി. ഈ കട്ടിൽ മാറ്റിയപ്പോൾ അവിടെ കുറച്ചിങ്ങനെ പുള്ളി പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ മാറ്റി അവിടെ നല്ലപോലെ തുടച്ച് റൂം അങ്ങ് നീറ്റാക്കി കേട്ടോ. നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. എന്നും തുടയ്ക്കുന്നിടത്ത് അധികം അഴുക്കില്ലായിരുന്നു. ഈ ബെഡ് മാറ്റിയിടത്തൊക്കെ ആയിരുന്നു പിന്നെ അഴുക്ക്. പിന്നെ ഞാൻ റൂം ക്ലീൻ ചെയ്തിട്ട് വീഡിയോ കാണിച്ചു തരാവേ. വേണ്ട നമ്മളെ റൂമൊക്കെ നല്ല നീറ്റാക്കി കേട്ടോ. നല്ല പൊടിയൊക്കെ അടിച്ച് ബെഡൊക്കെ മാറ്റി. ഇങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മുടെ ബെഡൊന്നും കിടന്നത്. ഞാൻ പുതിയ സെറ്റിങ്സൊക്കെ ആക്കി കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ബെഡും ടേബിളും കബോർഡും എല്ലാം മാറ്റി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ആക്കി. ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ നല്ല രസമാണ്. ആദ്യം കുറച്ച് ദിവസം കാണാൻ നല്ല രസം, പിന്നെയും പഴയപടി തന്നെ നല്ല രസമായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ചട്ടിക്കകത്ത് കുറച്ച് ചെടിയൊക്കെ വാരി അവിടെയൊക്കെ കൊണ്ടുവച്ച് കേട്ടോ. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. നമ്മുടെ റൂമിൽ ലൈറ്റ് ഇടാതെ തന്നെ നല്ല അടിപൊളി വെട്ടമാണ്. ലൈറ്റ് ഇട്ടാൽ കുറച്ചും കൂടെ വെട്ടം, ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, നല്ല വെട്ടം കിട്ടും. നല്ലപോലെ വെട്ടമുണ്ട്. കാരണം ജനൽ തുറന്നിടുമ്പോൾ തന്നെ നല്ല വെട്ടം കേട്ടോ. ലൈറ്റ് ഇടേണ്ട കാര്യമേ ഇല്ല, അല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വെട്ടം കിട്ടും. അപ്പം ഫൈനലി നമ്മുടെ റൂം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൂമൊക്കെ നീറ്റാക്കിയിട്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ റൂമൊക്കെ നീറ്റാക്കി അത് പിന്നെ ഒന്ന് കയറി കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. പക്ഷെ എന്നും ഇതേപോലെ കിടന്നാൽ അടിപൊളിയായിരിക്കും. നമ്മളെന്തായാലും കൊച്ചുങ്ങളൊക്കെ ഉള്ളിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ ബെഡൊക്കെ മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ. എന്നാലും ഞാൻ പരമാവധി നീറ്റായിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്.
അപ്പം ഇതാണ് നമ്മുടെ റൂമിൻ്റെ ചേഞ്ച് ചെയ്ത് നല്ല നീറ്റാക്കിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഓക്കേ.